ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? പഴവും മുട്ടയും ഉണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി സ്നാക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ക്രിസ്പി. അപ്പോൾ ദാ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് പഴുത്തിട്ടുള്ള 4 നേന്ത്രപ്പഴമാണ് എടുത്തത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പഴുത്തതായിരിക്കണം. തീരെ പഴുപ്പ് കുറഞ്ഞത് എടുക്കരുത്. നന്നായിട്ട് പഴുത്തത് തന്നെ എടുക്കുക. അതിന് നമുക്കൊന്ന് സ്റ്റീം ചെയ്ത് വേവിച്ചെടുക്കണം. അപ്പോൾ സ്റ്റീമറിൽ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ തട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ പഴം ഒന്ന് രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട് കേട്ടോ. ഓരോന്നും രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് സ്റ്റീം ചെയ്ത് വേവിച്ചെടുക്കണം. മൂടി വെച്ച് കൊടുക്കുക. ഇത് വെന്തോ ഇല്ലയെന്ന് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ നമ്മളിതാ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് ഇതൊന്ന് തുറന്ന് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. ആ ഒരു തൊലിൻ്റെ പുറത്തേക്ക് നമ്മൾ ആ ഒരു പഴം മുന്തി വന്നത് കണ്ടില്ല. അപ്പോൾ അങ്ങനെ ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നന്നായിട്ട് വെന്ത് എന്നുള്ളതാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കാൻ തന്നെ ഒരു പ്രയാസമില്ല. ആദ്യം നമ്മൾ ഇതിൻ്റെ ചൂടോട് കൂടി തന്നെ അതിൻ്റെ തൊലി മാറ്റുക. തൊലി മാറ്റിയതിൻ്റെ ശേഷം ജസ്റ്റ് ഒരു ഫോർക്ക് മതി കേട്ടോ. നന്നായിട്ട് പഴുത്ത പഴം ആയതുകൊണ്ട് തന്നെ ഇത് മിക്സിയിലിടുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും വേണ്ട. ഈ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ആ ഫോർക്ക് കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ചൂടോട് കൂടി ചെയ്ത് കൊടുക്കണേ, എന്നാലാണ് ഈസി ആയിട്ട് നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടി പറ്റുക. നമ്മൾ ചൂടൊന്ന് കുറച്ച് ആറുമ്പോഴത്തേക്ക് ഇതൊന്ന് ഡ്രൈ ആയി പോകും. അത് ചൂടോട് കൂടി ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ഫോർക്ക് കൊണ്ട് ഇതിനൊന്ന് ഇങ്ങനെ ആക്കിയെടുക്കാം. ഇനിയിപ്പോൾ അടുത്ത ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി കഴിഞ്ഞാൽ 1 ടീസ്പൂൺ നല്ല നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ബിരിയാണിക്കൊക്കെ എടുക്കുന്ന നെയ്യ് 1 ടീസ്പൂണാണ് ചേർത്തത്. ഈ നെയ്യിലേക്ക് മുട്ടയാണ് വേണ്ടത്. അപ്പോൾ എത്ര പഴമാണോ നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ അതേ സെയിം നമ്പർ തന്നെയാണ് നമുക്ക് ഈ ഒരു മുട്ട എടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ 4 പഴം എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ 4 മുട്ടയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിലേക്ക് നമുക്ക് എത്രയാണോ മധുരം വേണ്ടതെന്ന് വെച്ചാൽ അത്രയും പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ അധികം മധുരം വേണ്ടാത്തതുകൊണ്ട് 2 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടി ഞാനിവിടെ വാനില എസൻസ് ആണ് വെച്ച് കൊടുത്തത്. നിങ്ങൾക്ക് ഏലക്കായൻ്റെ പൊടിയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇഷ്ടമുള്ള ഫ്ലേവർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരും. അപ്പോൾ ഇതൊന്ന് കുറച്ചും കൂടെ ഒന്ന് ലൂസായി വരും കേട്ടോ. പഞ്ചസാര അലിയുന്ന സമയത്ത് ഇതിപ്പോൾ കണ്ടില്ല, നല്ല ലൂസായി. ഇനി ഇതിനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അതിൻ്റെ മുന്നേ നിന്ന് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. ഒരു നുള്ള് മതി. എന്നിട്ടെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നമ്മളെ പഴത്തിൻ്റെ കൂട്ടില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ആ പഴം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടിയതിൻ്റെ ശേഷമാണ് നമ്മൾ തീ ഓഫാക്കാൻ പാടുള്ളൂ. ഇപ്പോഴും ഇത് നല്ല തീ തന്നെയാണ് ഉള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ ഒരു പഴം മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ചെറിയൊരു ടിപ്പും കൂടെ പറഞ്ഞുതരാം. നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് പഴുത്ത പഴം ആയതുകൊണ്ട് എണ്ണ കുടിക്കുക. അപ്പോൾ ആ എണ്ണ കുടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഡ്രൈ ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് ഇല്ല, നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ എൻ്റെ ഒരു കൈപ്പിടിയാണ്, ആ കൈപ്പിടി എന്ന് പറഞ്ഞാൽ 3 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് വരട്ടിയെടുക്കണം. എന്ന് വെച്ചാൽ വരട്ടാൻ മീൻസ് നമ്മളെ ഈ ഒരു പഴത്തിൽ ചിലപ്പം ചെറുതായിട്ടൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു 2 മിനിറ്റ് നേരം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ നല്ല തീ ഉള്ളതുകൊണ്ട് തന്നെ അതിലുള്ള വെള്ളമൊക്കെ വറ്റി വന്നോളും. അപ്പോൾ ആ ഒരു ബ്രെഡ് ക്രംസ് ചേർക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് പൊടിച്ചിട്ട് ചേർക്കരുത്. ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ബ്രെഡ് ക്രംസ് മാത്രമേ ചേർക്കാവൂ. എന്നാലാണ് എണ്ണ കുടിക്കാണ്ട് നമുക്ക് ഈ ഒരു സ്നാക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുക. ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇതിനെ ഇറക്കി വെക്കാം. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഇനി നമുക്കൊരു കോട്ടിങ് വേണം കേട്ടോ. ഒരു ഡിപ്പിങ് വേണം. അതിന് വേണ്ടിയിട്ടാണ് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് എടുക്കുന്നത്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടെ വേണം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനൊന്ന് കലക്കി എടുക്കുക കേട്ടോ. അപ്പോൾ കലക്കാന്ന് പറയുമ്പോൾ ഒരു കൂടുതൽ കട്ടിയായി പോകാനും പാടില്ല, കൂടുതൽ ലൂസായി പോകാനും പാടില്ല. നമുക്കതിനെ ആ ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ട് ഇതിൽ മുക്കിയെടുക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു പാകത്തിലാണ് നമുക്കിത് കലക്കിയെടുക്കേണ്ടത്. വല്ലാണ്ട് അങ്ങ് ലൂസായി പോയാൽ ആ ഒരു കോട്ടിങ് നമുക്ക് ഇതിൽ പിടിച്ച് കിട്ടൂല. അപ്പോൾ അതാ ഈ ഒരു കട്ടിയിലാണ് വേണ്ടത്. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഇതിൻ്റെ അടുത്ത കോട്ടിംഗ് എന്ന് പറയുന്നത് കോൺഫ്ലെക്സ് ആണ് കേട്ടോ. കോൺഫ്ലെക്സ് ഞാൻ ചോപ്പറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്. വല്ലാണ്ട് അങ്ങ് പൊടിഞ്ഞു പോകരുത്. നമ്മൾ തെരുതെരുപ്പായിട്ട് പൊടിക്കാമെന്ന് പറയില്ല, അങ്ങനെയാണ് വേണ്ടി കേട്ടോ. അപ്പോൾ ഇതിന് കോൺഫ്ലെക്സ് തന്നെ വേണം. ഇതിന് പകരം നിങ്ങൾ ബ്രെഡ് ക്രംസ് ചേർത്തിട്ട് പൊരിച്ച് കഴിഞ്ഞാൽ ഇത്ര ക്രിസ്പി ആയിട്ട് കിട്ടൂല കേട്ടോ. ക്രിസ്പി ആവാത്തത് മാത്രമല്ല, നമുക്കിത് എണ്ണ കുടിക്കാണ്ട് പൊരിച്ചെടുക്കണമെങ്കിലും കോൺഫ്ലെക്സ് തന്നെ വേണം. ഇപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മളെ പഴത്തിൻ്റെ മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് ചൂട് പോയതിൻ്റെ ശേഷം മാത്രമേ ഇത് ഉരുട്ടിയെടുക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു ഒട്ടിപ്പിടിക്കലുണ്ടാവും. അപ്പോൾ നന്നായിട്ട് തണുത്തതിൻ്റെ ശേഷം ഞാനിത് ഓരോ ഉരുള എടുത്തിട്ട് ഇതിനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ സാധാരണ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഏത് ഷേപ്പിലാണോ നമുക്ക് വേണ്ടത് ആ ഒരു ഷേപ്പിലേക്ക് നമുക്ക് ഇതിനെ ഒന്ന് ഉരുട്ടിയിട്ട് ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ ഞാനതാ ഈ ഒരു വലുപ്പത്തിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അധികം ചെറുതല്ല, അധികം വലുതും അല്ല, ആ ഒരു മീഡിയം സൈസിലാണ് ഞാനിപ്പോൾ ഉരുട്ടിയെടുക്കുന്നത്. ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഞാൻ ചെയ്യുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് റൗണ്ടായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം. അപ്പോൾ അതാ ഫസ്റ്റത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇനി ബാക്കിയുള്ള ഫുള്ളും ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കൈ വെച്ചിട്ട് കൈമേൽ ഇങ്ങനെ ഷേപ്പ് ചെയ്യാൻ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഷേപ്പ് ചെയ്യാനൊക്കെ പ്രയാസമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു അടപ്പുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പിലുള്ള അടപ്പോ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലുള്ള അടപ്പോ ഏത് അടപ്പുണ്ടെങ്കിലും പ്രശ്നമില്ല. അതിലേക്ക് ഈ ഒരു മാവ് വെച്ച് കൊടുത്തിട്ട് ഒന്നിങ്ങനെ തിരിച്ചിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു ഷേപ്പിലേക്ക് ആയിട്ട് വന്നോളൂ. ഇപ്പോൾ അതാ കംപ്ലീറ്റ് ഞാൻ എല്ലാം ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് സ്ക്വയർ ആയിട്ട് കേട്ടോ. ഇപ്പോൾ കംപ്ലീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കോട്ട് ചെയ്ത് എടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കലക്കി വെച്ചതാണ്. അപ്പോൾ അതൊന്നും കൂടെ കലക്കി കൊടുക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഫ്ലോർ ആയതുകൊണ്ട് ഒരു അടിയിൽ ഊറി നിൽക്കണ പോലെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ഓരോന്ന് എടുക്കുക. ആദ്യം നമ്മൾ ആ ഒരു കോൺഫ്ലോർ കലക്കിയതിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഈ പറഞ്ഞ രീതിയിൽ തന്നെ കോൺഫ്ലോർ 2 ടേബിൾ സ്പൂണും മൈദപ്പൊടി 1 ടേബിൾ സ്പൂണേ എടുക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പം ഈ ഒരു രീതിയിൽ ആയി കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അത് അതിൽ മുക്കിയതിന് ശേഷം ഞാനത് നമ്മളെ കോൺഫ്ലേക്സ് പൊടിച്ച് വെച്ചതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഒരൊറ്റ കോട്ടിങ്ങേ ആവശ്യമുള്ളൂ കേട്ടോ. നന്നായിട്ട് കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ വെന്തതാണ് കേട്ടോ. ഈ പുറം ഭാഗം മാത്രമേ നമുക്കിനി വേവിച്ചെടുക്കേണ്ട ആവശ്യം തന്നെ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇത് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉരുട്ടുന്ന സമയത്ത് ഈ ഒരു സ്ക്വയറിൻ്റെ ഷേപ്പ് പോയി എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ കയ്യിൽ നമ്മൾ ഉരുട്ടിയതിന് ശേഷം ഒന്നും കൂടെ വേണമെങ്കിൽ ആ ഒരു സ്ക്വയർ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് നമുക്കിതിന് മൊത്തം ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ നമുക്കെല്ലാം കോട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ എല്ലാം ഇവിടെ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു അളവിലുള്ള മൊത്തത്തിലുള്ളതാണ് ഇട്ടത്. ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ അത് എണ്ണ വെച്ചിട്ടുണ്ട്, ചൂടാകാൻ വേണ്ടി വെച്ചാണ്. ഞാനിപ്പോൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ എണ്ണയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരുപാടൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ ചട്ടിയിൽ കുറേ എണ്ണ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വേഗം വേഗം പൊരിച്ചെടുക്കാം. അപ്പോൾ അത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. 2 3 ഒക്കെ ഒന്നിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ അധികം തീ കുറച്ച് വെക്കാനൊന്നും പോകണ്ട കേട്ടോ. വല്ലാണ്ട് കൂട്ടി വെക്കാനും പോകണ്ട. ഒരു മീഡിയം തീയിലിട്ടിട്ട് പെട്ടെന്ന് ആയി കിട്ടും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളിലുള്ള ഒന്നും തന്നെ കുക്കാവാത്തതില്ല. എല്ലാം കുക്കായ സാധനങ്ങളാണ്. നമ്മൾ ഈ പുറമെ ഡിപ്പ് ചെയ്തതും അതുപോലെ തന്നെ കോട്ട് ചെയ്തതൊക്കെ മാത്രമേ ഇനി വെന്ത് കിട്ടേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതാ ഒരു ഭാഗം ഒന്ന് ജസ്റ്റ് 1 മിനിറ്റൊക്കെ മതി. 1 മിനിറ്റ് വെക്കുമ്പോഴത്തേക്ക് തന്നെ ആ ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ട് ഗോൾഡൻ കളറാവും. അപ്പോൾ അതാ തിരിച്ചിട്ട് കൊടുക്കുക. 2 ഭാഗവും ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് ക്രിസ്പി ആയാൽ മാത്രം മതി കേട്ടോ. പുറം ഭാഗം മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഒരു 1-2 മിനിറ്റ് മതി കേട്ടോ. അപ്പോഴത്തേക്ക് തന്നെ അത് റെഡിയായി കിട്ടും. ഇപ്പോൾ അത് 2 ഭാഗവും റെഡി ആയിട്ടുണ്ട്. തിരിച്ചിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. 2 ഭാഗവും ഇപ്പോൾ മുരിഞ്ഞാണ് കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയി തോന്നുകയാണെങ്കിൽ എടുക്കുക. പിന്നെ എണ്ണയിലുള്ളപ്പോൾ ഇത് ക്രിസ്പി ആയിട്ട് നിങ്ങൾക്ക് തോന്നില്ല. ഇത് കോരിയെടുത്ത് പ്ലേറ്റിലിട്ട് കഴിഞ്ഞാലാണ് നല്ല ഡ്രൈ ആയിട്ട് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അത് ഞാൻ എണ്ണയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. തീരെ എണ്ണയൊന്നും കുടിക്കില്ല. നല്ല സ്നാക്കാണ്. അപ്പോൾ അത് ഫുള്ള് ഞാനിവിടെ പൊരിച്ച് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി സ്നാക്കാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ അസ്ലങ്കാക്കും കുട്ടികൾക്കും എല്ലാം ഭയങ്കര ഇഷ്ടമായിന്. അത് മൊത്തത്തിൽ ഒറ്റ നേരം കൊണ്ട് തന്നെ തിന്ന് തീർക്കുകയും ചെയ്തു കേട്ടോ. അത്രയും അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ അതിൻ്റെ ക്രിസ്പിനെസ്സിൻ്റെ ഒക്കെ ശബ്ദം ഞാൻ കേൾപ്പിച്ച് തന്നല്ലോ. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സൂപ്പർ പോക്കറ്റ് തന്നെയാണ്. ശരിക്കും ഈ ഒരു കോട്ടിംഗ് ഒക്കെ പുറത്തൊരു പോക്കറ്റ് പോലാണ് ഉണ്ടാവുക. ഉള്ളിലാണ് ആ ഒരു പഴത്തിൻ്റെ മിക്സ് ഉണ്ടാവുക. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി എന്നും പറയുന്ന പോലെ തന്നെ അടുത്ത നല്ലൊരു വെറൈറ്റി ഡിഷായിട്ട് കാണാം. അസ്സലാമു അലൈക്കും.